ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിലാണ് പോകുന്നത്. ഇന്ന് അഹമ്മദാബാദിൽ വന്നാൽ ഷുവറായിട്ടും പോയിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതും ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അഹമ്മദാബാദിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മെഹ്മദാബാദ് എന്നുള്ള സ്ഥലത്ത് ഉള്ള ഫേമസ് ആയിട്ടുള്ള സിദ്ധി വിനായക് ടെമ്പിളിലാണ്. ഈ ഒരു ടെമ്പിൾ ഒരു സിമ്പിളായിട്ടുള്ള ടെമ്പിളല്ല, ഒട്ടേറെ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണിത്. ഈ ഒരു അമ്പലത്തിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മളുടെ ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഗണപതി അമ്പലമാണ്. ബാക്കി പ്രത്യേകതകൾ നമുക്ക് കണ്ടു പോയാലോ. ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ ഭദ്രക് നദിയുടെ തീരത്തായിട്ട് നേരിട്ട് ഹൈവേൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശാലമായ പാർക്കിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പുറത്ത് നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പം അതിൽ നിന്ന് ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും കാർപ്പറ്റ് വിരിച്ചിട്ട് ഒരു നടപ്പാത അവരുണ്ടാക്കിയിട്ടുണ്ട്. ഗണേശ് ചതുർത്ഥിയുടെ സമയത്തും അല്ലാത്ത ഡേയ്സിലും ഒക്കെ ഭയങ്കര തിരക്കുള്ള സമയത്താണ് നമ്മൾ ഇത്തിരി തിരക്ക് കുറഞ്ഞ ദിവസം നോക്കി വന്നതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്ത. ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അവരിതുപോലെ ഒരു സ്പേസ് കെട്ടി അതിൻ്റെ എൻട്രൻസിലോട്ട് പാത്ത് തിരിച്ചേക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല, ഇത്രയും ഹൈവേയുടെ അടുത്താണെങ്കിൽ പോലും നല്ല ശാന്തമായിട്ട്, നല്ല പച്ചപ്പ് നിറഞ്ഞ, നല്ല ശാന്തമായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. ചെരുപ്പ് വെക്കാനുള്ള റാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ ഗുജറാത്തീസിൻ്റെ ഒരു ശീലമായി പോയി. പക്ഷേ ബാക്കി ക്ലീൻലിനെസ്സിൻ്റെ കാര്യത്തിൽ നല്ല ക്ലീൻ ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് മാത്രം നോക്കുക, റാക്കിലൊന്നും വെക്കാതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടത്തേക്കുള്ള പ്രസാദത്തിനായിട്ട് പോകാം. അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്, നമുക്കറിയാവുന്ന പോലെ ഗണപതി ഭഗവാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോത്തിച്ചൂറിൻ്റെ ലഡുവാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം. അപ്പോൾ നമുക്കത് വാങ്ങി അമ്പലത്തിലേക്ക് പോകാം. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ പൂക്കളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കൂടെ പ്രായമായവരുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വീൽ ചെയർസിൻ്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഇരുന്ന് നമ്മൾക്ക് അവരെ എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. അതുകൂടാതെ അകത്ത് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. മേലിൽ സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെന്നുള്ളവർക്ക് ലിഫ്റ്റിൽ കൂടെ പോകാം. പക്ഷേ ആ ലിഫ്റ്റ് ഫെസിലിറ്റി ഞാൻ മനസ്സിലാക്കിയോടത്തോളം നോർമൽ ആൾക്കാർക്ക് വേണ്ടിയല്ല, നടക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ലിഫ്റ്റ് ഫെസിലിറ്റി. അപ്പം നമ്മൾ ആ ഭംഗിയായിട്ടുള്ള അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കടന്നു കഴിഞ്ഞ് ഫസ്റ്റ്ലി നമ്മൾ കാണുന്ന ഒരു വലിയൊരു ആനയാണ്. അതിൻ്റെ പുറകിൽ ദൂരെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗണപതിയുടെ അമ്പലം. അപ്പം ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ ആനയുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തട്ടോ. ചെറുതായിട്ട് നമുക്ക് ആ ബാക്കി കാണുന്ന അമ്പലം ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പിടി കിട്ടുന്നുണ്ടോ എന്താ സ്പെഷ്യാലിറ്റി എന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് മുമ്പോട്ട് നടക്കാം. മുമ്പോട്ട് നടക്കുമ്പം നമ്മൾക്ക് ആനയുടെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഗണപതിയുടെ വാഹനമായ ഒരു വലിയ മൂഷികൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂർത്തി കാണാം. സൈഡിലായിട്ട് നമുക്ക് മീറ്റിംഗ് ഹാൾസോ പിന്നെ എന്തൊക്കെ ഭജനൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാം. അത് എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയത്തൊക്കെ ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യണത് എന്തൊക്കെയാണെന്നോ എനിക്ക് അത്രയും ക്ലിയർ അല്ല. പിന്നെ ഇവിടെ ഒരു CCTVയും പിന്നെ നമ്മുടെ ബാഗ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇനി സസ്പെൻസ് വെക്കാതെ ഞാൻ ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞുതരാം. ഈ ഒരു അമ്പലം ഗണപതിയുടെ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ടെമ്പിളിലേക്ക് വരുന്നത്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പാറ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ പോലെ തോന്നും. പക്ഷെ ആക്ച്വലി ഇത് പാറയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഫെറോ സിമെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് സ്റ്റോൺ പോലെ തോന്നും വിധം, പക്ഷെ ലൈറ്റും ആണ് സ്ട്രോങ്ങും ആണ്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ
71 ഫീറ്റ് ആണ് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ ഫുൾ ലാൻഡ് 22 വീഗ ലാൻഡിലാണ് ഈ ഫുൾ അമ്പലം പണിത് വെച്ചിരിക്കുന്നത്. അമ്പലം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ആ പരിസരം എല്ലാം കൂടിയാണ് ഈ 22 വീഗേഴ്സ് ഓഫ് ലാൻഡിൽ. പിന്നെ നമ്മൾ ഫേസ് ചെയ്തൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നേരിട്ട് ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഡയറക്റ്റ് പോയിട്ട് വേണം കറങ്ങി നമ്മൾ ഒരേ ഫ്ലോറിലോട്ട് ഇറങ്ങി അവിടുത്തെ അമ്പലങ്ങൾ കാണാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരിട്ട് ഇത് 4th ഫ്ലോർ വരെ നമ്മൾ ഡയറക്റ്റ് കയറണം. അത്യാവശ്യം സ്റ്റെപ്സും ഹൈറ്റും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് പതുക്കെ കയറിപ്പോകാം. ടോപ്പിലെത്തുമ്പോൾ ഇതാണ് ഗണപതിയുടെ അമ്പലം. അവിടെ ഡയറക്റ്റ്ലി നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മാറി നിന്നിട്ട് വേറെ ഉള്ള ആൾക്കാർ തൊഴുന്നത് നമുക്കൊന്ന് വീഡിയോ എടുക്കാം. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയാണ്. അവിടെ ആൾക്കാരൊക്കെ നിന്ന് സെൽഫി എടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് പതുക്കെ താഴത്തോട്ട് ഇറങ്ങി നമുക്ക് 3rd ഫ്ലോറിലേക്ക് എത്താം. ശരിക്കും നമ്മളൊരു കേവിനകത്ത് നടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇതിനകത്തൂടെ നടക്കുമ്പോൾ. പക്ഷേ ഇത് സ്റ്റെപ്സ് വഴി വേണം, ആ ഒരു സ്റ്റെപ്സൊക്കെ പണിതിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ കേവ് ഒന്നുമല്ല. ഇനി നമ്മൾ 3rd ഫ്ലോറിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ശിവലിംഗമാണ്. ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രുദ്രാക്ഷം കൊണ്ടാണ് മൊത്തം ശിവലിംഗവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്ന ഈ കുട്ടി ഗണപതീസാണ് അടുത്ത പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഏതെല്ലാം രാജ്യങ്ങളിൽ ഗണപതിയുടെ അമ്പലം ഉണ്ടോ അതിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ ഫോംസ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലെല്ലാം അതിനെ പറ്റിയുള്ള പ്രത്യേകത, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയത് വായിക്കണില്ല. അത് വായിക്കണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഉള്ള ഫേമസ് ആയിട്ടുള്ള ഗണപതി അമ്പലത്തിൻ്റെ മിനിയേച്ചർ ഫോംസ്. അങ്ങനെ നമ്മൾ ലോകത്തുള്ള ഗണപതി അമ്പലം മുഴുവൻ കറങ്ങാതെ തന്നെ ഒറ്റ അമ്പലത്തിൽ പോയി നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം ദർശനം ഒരുമിച്ച് നമുക്ക് കിട്ടും. അപ്പം നമ്മൾക്ക് ഒരു ഭക്തിപരമായിട്ടും പിന്നെ നമ്മൾ ആസ് എ ട്രാവലർ ആണെങ്കിലും നമ്മൾക്ക് കാണാനുള്ള ഒരു കൗതുകരമായ ഒരു കാഴ്ചയാണ്. ഇനി ലാസ്റ്റത്തെ ഫ്ലോറിലാണ് ഏറ്റവും താഴെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി ആ ഫ്ലോറിൽ നമുക്ക് കറങ്ങാൻ ആദ്യം നമുക്ക് എൻട്രി ഇല്ല, ഡയറക്റ്റ് നമ്മൾ സ്റ്റെപ്പ് വഴിയല്ലേ മേളിലോട്ട് കയറിയത്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നമുക്കൊരു മഹാദേവൻ്റെ ഒരു അമ്പലമുണ്ട്, പിന്നെ ദേവിയുടെ ഒരു ചെറിയൊരു ഇതുണ്ട്, പിന്നെ തുലാഭാരം നടത്താനുള്ള സ്ഥലമുണ്ട്. പുറത്തോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വലിയൊരു മണി അവിടെ തൂക്കിയിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് നോർമലായിട്ടുള്ള സ്ഥലത്തൂടെ നടക്കാമെന്ന് വിചാരിക്കേണ്ട. അതിനാണ് അവർ എല്ലായിടത്തും ഈ കാർപ്പറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഫുഡ് കോർട്ടിലോട്ട് പോകാം. ആ ഫുഡ് കോർട്ടിലോട്ട് നമ്മൾ കയറുമ്പോഴും നമുക്ക് കാണാം നമ്മൾക്ക് ആ അമ്പലത്തിനകത്ത് എങ്ങനെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ നീറ്റ്നെസ്സോടെയാണ് ഈ ഫുഡ് കോർട്ടും ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. മെയിൻലി
നമ്മൾ ചാട്സിൻ്റെ സ്റ്റോളിലൊക്കെ പോകുമ്പം ഹൈജീനാണ് എല്ലാവരും പ്രശ്നമായിട്ട് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം പുതിയ ഗ്ലൗസൊക്കെ എടുത്തിട്ടിട്ടാണ് അയാൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി. ഫുഡ് കോർട്ടിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പം നമുക്ക് കാണുന്നത് ചെറിയ മീൻ, അത്രയും ആദ്യം നമ്മൾ കണ്ട പോലത്തെ അത്രയും വലിയ ആനകളൊന്നുമല്ല, പക്ഷെ ചെറിയ മിനിയേച്ചർ ഫോംസിൽ ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട്, പിന്നെ അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അങ്ങനെ ഭക്തിയും പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് അഹമ്മദാബാദിലെ ഈ ഗണപതി അമ്പലം. പുറത്തോട്ട് ഇറങ്ങി നമ്മൾ നടക്കുന്ന വഴിയിലും നമുക്ക് നിറയെ മങ്കീസൊക്കെ അവിടെ സൈഡിലും ട്രീസിന് മുകളിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ടെമ്പിളും അതിൻ്റെതായ കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈനലായിട്ട് നമ്മൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് മൂഷികൻ്റെ അടുത്തോട്ടൊന്ന് പോയി നമുക്ക് ഓവറോൾ ആ ബ്യൂട്ടി ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് കണ്ടേക്കാം. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിനോട് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു കാഴ്ചയായിട്ട് വരുന്നവരെ സ്റ്റേ ഹാപ്പി ഡിയേഴ്സ്. ബൈ.